പ്രായം ഒരു 30 കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻ ബിറ്റ്വീൻ ഒരു 50 to 30 ആ ഒരു പ്രായത്തിലുള്ള കസ്റ്റമേഴ്സ്, ലേഡീസ് കസ്റ്റമേഴ്സിന് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ് ജീൻസും ടോപ്പും. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റി എന്ത് കരുതും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്കൊന്നും പ്രത്യേകിച്ച് കുറ്റം പറയാനില്ലാത്ത രീതിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ഷോർട്ട് ടോപ്സ് വന്നേക്കുന്നത് കേട്ടോ. ഫ്രണ്ടും ബാക്കും ജസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഓവർ ഒരു ട്യൂണിക്കോ അല്ലെങ്കിൽ ഒരു മുട്ടിൻ്റെ ലെവൽ വരുമൊന്നുമില്ല. അത്യാവശ്യം ജസ്റ്റ് ഇവിടെ നിന്ന് കവർ ചെയ്യുന്ന രീതിയിലേക്ക് മാത്രം നമ്മൾ ചെയ്തെടുത്തേക്കുന്ന ടോപ്പുകളാണ്. അതും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ലിനൻ ഫാബ്രിക്കിനകത്തേക്ക് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തായത് വന്നേക്കുന്നത് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോർട്ട് ടോപ്സ്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 സൈഡിലേക്കായിട്ട് പിൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇവിടേക്കായിട്ട് ഷോ ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. സ്ലീവ് നോർമൽ സ്ലീവ് കൊടുത്തിട്ട് താഴെ ഇവിടേക്കായിട്ട് കുറച്ച് ഗ്യാദേഴ്സ് കൊടുത്ത് ഇച്ചിരി ഒരു ലൂസ് ഫിറ്റിലേക്ക് നിൽക്കുന്ന രീതിയിലേക്ക്. നമ്മളൊരു കുർത്തി ഫിറ്റിംഗ് അല്ല കേട്ടോ, നല്ല കംഫർട്ടബിൾ ആയിട്ട് കുറച്ചൊരു ലൂസ് ഫിറ്റിലേക്ക് നിൽക്കുന്ന രീതിയിലേക്കാണ് നമ്മുടെ ഓൺ ബ്രാൻഡ് ഫ്ലോറിസ്റ്റിലേക്ക് വന്നേക്കുന്ന ഷോർട്ട് ടോപ്സ് ആണ്. കുറേ പ്രിന്റുകളിലേക്ക് നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. എല്ലാവരുടെയും തന്നെ ഒരു കയ്യിൽ ഒരു ബ്ലൂ ജീൻസ് ഉണ്ടാവും. ബ്ലൂ ജീൻസിൻ്റെ കൂട്ടത്തിലേക്ക് എല്ലാം തന്നെ ഓൾമോസ്റ്റ് മാച്ച് ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മളിതിൻ്റെ പ്രിന്റുകൾ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ 599 റേറ്റിലേക്കാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഒരു പിങ്ക് ആൻഡ് ലാവൻഡറും മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡാണ്. അതിനകത്തേക്ക് മൾട്ടിപ്പിൾ കളേഴ്സിൻ്റെ ഫ്ലോറൽ പ്രിന്റുകളാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറെ കുറേ പ്രിന്റുകളും കൂടെ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് കാണാം. ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഒന്നും പെടാത്ത ഒരുപാട് പേരുണ്ടാവും. സ്ലീവ്ലെസ് ആയിട്ടുള്ളതും ക്രോപ്പ് ടോപ്പ് ആയിട്ടുള്ളവരും ഒക്കെ 50+ ഇയേഴ്സ് കഴിഞ്ഞവരും ഇടുന്നവരും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ ഒരു ടോപ്പുകൾ കൊണ്ടുവന്നേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയായിട്ടും അങ്ങനെ ജീൻസും ടോപ്പും ഒന്നും ഇട്ടിട്ടില്ല. ഒന്ന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജീൻസും ടോപ്പും ഒക്കെ കിട്ടുവാണെങ്കിൽ ഇടായിരുന്നു എന്ന് ചിന്തിക്കുന്ന കസ്റ്റമേഴ്സ് ഒരുപാട് പേരുണ്ടാവും. ഇനി അതും അല്ലെങ്കിൽ ഒരു 2-3 ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുറച്ചൊരു ഹിപ്പ് സൈസോ കുറച്ചൊരു ലോവർ ഒരു ടമ്മിയൊക്കെ കുറച്ച് കൂടി അപ്പോൾ ഈ ഒരു സാധാ ടോപ്പൊന്നും ഇടാനായിട്ട് പറ്റത്തില്ല. സ്വന്തം ഒരു ബോഡിനെ കുറിച്ച് അതൊരു കുറച്ച് വറീഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടൈപ്പ് ഓഫ് ടോപ്പുകൾ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ആണ് വന്നേക്കുന്നത് വൈറ്റ് ബേസിനകത്തേക്ക് ബ്ലൂ കളറിലെ പ്രിന്റുകളാട്ടോ. അപ്പോൾ ഒരു ബ്ലൂ കളർ ജീൻസിന്റെ കൂട്ടത്തിലേക്ക് എല്ലാവർക്കും തന്നെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും കൂടെയാണ്. നെക്സ്റ്റ് ആണ് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് ഫ്ലവേഴ്സിന്റെ പ്രിന്റുകളാട്ടോ ഇതിനകത്തേക്ക് വന്നേക്കുന്നത്. എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ്. എല്ലാം തന്നെ ഫ്ലോറൽ പ്രിന്റുകളുമായിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പൊ എല്ലാം വൈറ്റ് ആൻഡ് ഓഫ് വൈറ്റ് ബേസ് ആയെന്ന് കരുതണ്ട. ഒരെണ്ണം നമ്മൾ ഡാർക്ക് ഷെയ്ഡിലേക്കും കൂടെ കൊണ്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു ബേസ് ഷെയ്ഡ് വന്നേക്കുന്നത് ലൈറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്കാട്ടോ. അതിനകത്തേക്കാണ് ഫ്ലോറൽ പ്രിന്റുകൾ വന്നേക്കുന്നത്. നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഗ്രീൻ ആൻഡ് ലാവൻഡറിലേക്കാട്ടോ. അതായത് ഇതിനകത്തേക്ക് വന്നേക്കുന്ന ആ ഒരു ഫ്ലോറൽ പ്രിന്റുകൾ വരുന്ന ലാവൻഡർ ഷെയ്ഡിലേക്ക്. അപ്പോൾ ഇതിന്റെ നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വന്നേക്കുവാണ് റസ്റ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലേക്കാണ് ഇതിന്റെ ഫ്ലവേഴ്സും ആ ലീവ്സും കൂടെ വന്നേക്കുന്നത് കേട്ടോ. ഇതെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾമോസ്റ്റ് റെഡി ടു ഡിസ്പാച്ച് പ്രൊഡക്റ്റുകളാണ്. ഒരു 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഇവിടെ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫാബ്രിക്കിന്റെ ഒക്കെ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളുക. നമ്മൾ വീണ്ടും ഡിമാൻഡ് അനുസരിച്ച് കൊണ്ടുവരുമ്പോഴാണ് ഈ പ്രിന്റുകളൊന്നും ചിലപ്പോൾ സെയിം നമുക്ക് കിട്ടിക്കോണമെന്നില്ല. പ്രിന്റുകൾ ഇങ്ങനെ മാറി മാറി വരും ഈ ലിനൻ ഫാബ്രിക്കിലേക്കും ഹക്കോബയിലേക്കും ഒക്കെ.